വെൽക്കം ടു പുതിയ ദിവസം. പട്ടുപാവട കെട്ടാണ് ദീദിന്റെ മക്കളെ പെറുക്കി കൂട്ടുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവണില്ല. എന്ന് ഉമ്മാന്റെ വീട്ടിൽ ഓണപ്പരിപാടിയാടാ. ഉമ്മാന്റെ ചെന്നപ്പോ തന്നെ ഫിനോട് ഐഫോണും പിടിച്ച് പട്ടി ഷോ കാണിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ ചിത്ര തോന്നുന്ന ആൾക്കാർ എന്റെ അമ്മാനോടില്ല എന്തോ നല്ലട്ടോ ഒരു ലോഡുണ്ട് ഗൾഫിൽ ഓടി ഇവിടെയൊക്കെയാണ് തൽക്കാലം തെച്ചു അഡ്ജസ്റ്റ് ചെയ്യും. വാപ്പാക്ക് ഇപ്പൊ എന്ത് പരിപാടി ആണെങ്കിൽ ആ സ്കൂട്ടറും കൂടെ വന്നാലേ പള്ളാണെന്ന് അറിയുള്ളൂ. എനിക്ക് ടോട്ടൽ 3 അമ്മമാരുണ്ട്. അതിൽ നടുത്ത അമ്മോനാണ് അബ്ബാസ് എന്ന ഞങ്ങളൊക്കെ കുഞ്ഞാക്ക. എന്റെ അമ്മാനൊക്കെ ചുരിദാറൊക്കെ നല്ല നാക്കാണ്. വാണെങ്കിൽ ഒന്നുകൂടെ കെട്ടാ ഇഞ്ഞ് കെട്ടിന്റെ വാപ്പ തല വേറിടും. അങ്ങനെ സദ്യ വളമ്പി തിന്നൽ തുടങ്ങിയിട്ടോ. ഓരോരുത്തർ ഓരോരോ പരിന്ന് കൊടുന്ന് പല പല ഡിഷ് കൊണ്ടുള്ള സദ്യയാണ്. ഇവരെ രണ്ടാളും കണ്ട ഡിങ്കും മിങ്കും മാറി സംഭവം ഏട്ടത്തി അഞ്ചെത്തിയാണ്. ഇന്റെ അമ്മ പിന്നെ നാച്ചുറൽ ആക്ടിങ്ങിന് അങ്ങനെ തലേതാണ് സദ്യ തിന്നാത്തന്നെ അടിപൊളിയാണ് അറിയും. ഈ ടാറ്റ കാട്ടാണ് സീനു ഇവളാണ് കേട്ടോ പായസം ഉണ്ടാക്കിയത്. ഇവക്ക് പിന്നെ ഞാൻ പണ്ട് പറഞ്ഞ വൈക്കത്തുപ്പി എഴുതുണ്ടാക്കി എന്തെങ്കിലും കേസിട്ട് നമുക്ക് കടകടകടാന്ന് ചിരിച്ചാന്. വാപ്പൊക്കെ സദ്യയിലാണ് മുഴുകി സാമ്പാറിൽ ഒലിച്ചേക്കുന്നത്. ഓലക്കുടിലും ഓണാഘോഷിക്കും. അതെ, അമ്മോനൊക്കെ ലോഡ് കിടക്കുന്ന ചോറ് അടുക്കളയിൽ നിന്ന് കൊടുന്ന് കൊട്ടിക്കൊണ്ടേ ഇരിക്കണം. ദീദിക്ക് ആദ്യം സദ്യ കാണണമാരെ തിന്നിട്ടുണ്ടായി. ഇനിയിപ്പോ തൊള്ളൊഴിച്ച് കയ്യും കാലിട്ട് വലിയ കായൊന്നുമില്ല. എല്ലാം എച്ചിട്ട് ദൃശ്യം മികവോടെ ഞാൻ പകർത്തിയെടുത്തു. പിന്നെ തൊള്ളർക്കാണെങ്കിൽ ലിപ്സ്റ്റിക് പോകുന്നുള്ള പേടിയാണ് ക്യൂട്ട്നെസ്സിലെ തൊള്ളർക്കും. പക്ഷെ തൊള്ള തുറന്നാലോ അത്ഭുത ദീപത്തിൽ നരഭോജാളമാരിയ. ഞാൻ പിന്നെ ചന്ദ്രൻ പഴിഞ്ഞിരുന്ന് പടിമത്തന്നെ ചോർന്നായിരുന്നു. ആ കൂട്ടാനൊക്കെ പാടെ കുഴച്ച് ഉരുളങ്ങട്ട് ബോളുമാക്കി ഉരുട്ടി തൊള്ളിക്കിടുമ്പോ ഒരു സുഖണ്ട് മോനെ. ഈ പഴും പപ്പടും പായസം ഇവിടെ കൂട്ടിങ്ങണ്ട് അടിച്ചാണ് കേറ്റി വിട്ടാണ്ട് കെങ്കേമ. ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ എന്താ ഓണക്കളികൾ അതന്നെ. ഇതെന്ത് കളി അറിയാം. ഒരു നമ്പർ പറയും, ആ നമ്പറിനനുസരിച്ച് കെട്ടിപ്പിടിച്ചാണ് നിൽക്കുക. 4 ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ 4 നമ്പർ പറഞ്ഞാൽ 4 ആൾക്കാർ ഒരു ടീം ആവണം. സംഗതി ഗെയിമൊക്കെ അടിപൊളി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തോറ്റ്. പിന്നെയും വേറെയും കുറെ ഗെയിമുകൾ കളിച്ചു. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനൽ ഫർസിൻ ഫോറിലുണ്ട്. ലിങ്ക് ബയോലുണ്ട്. വേഗം പോയി കണ്ടോന്ന് ഫുൾ വീഡിയോ. അതിന്റെ ഇടയിൽ കൂടെ ലൂത്തിന് അതിനൊന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പുഷപ്പ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. രാത്രി ആയപ്പോൾ എന്റെ വാപ്പ കുട്ടിയെ കളിച്ചാൽ വേണ്ടി പൂത്തിരിയേറ്റും വന്നിട്ടുണ്ട്. പൂത്തിരിന്റെ കോർഡിനേറ്ററും പിന്നെ കുറച്ച് പക്വതകളിൽ ഞാനായതുകൊണ്ട് മൊത്തം ഞാൻ ഹാൻഡിൽ ചെയ്തു. പിന്നെ കുട്ടികളെ കണ്ണു പോയിടാൻ വേണ്ടി എന്റെ വിസ്മയിപ്പിക്കുന്ന ഫയർ ഡാൻസ്. പൂത്തിരി മാത്രമല്ല മാഷപ്പൂ ഉണ്ടായിന്. പിന്നെ കസാലക്കളി. ആദ്യം കുട്ടികളുടെ പിന്നെ വലിയവരായ ഞങ്ങളുടെ. ഇനിയിപ്പോ രാത്രി ആയതുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ ഞാൻ പെട്ടെന്ന് ഔട്ടായി. നീ ഏറ്റവും സീനിയർ ആയിരുന്നു. എന്റെ അമ്മയും ഉമ്മാന്റെ അനിയത്തി ഉമ്മാന്റെ ഏട്ടന്റെ ഇവരെ നടത്താൻ കണ്ട കസാലന്നെ സോപ്പിട്ട് പ്രണയിക്കാൻ നടക്കണേ. സംഗതി ശരിക്കും എന്റെ അമ്മോനെ ജയിക്കേണ്ടിയിരുന്നത്. പക്ഷെ സ്വന്തം പെങ്ങളോട് അതേ സ്നേഹമുള്ളതുകൊണ്ട് തോറ്റു കൊടുത്തോണ്ട് എന്റെ അമ്മ ജയിച്ചു. ഉച്ചക്ക് സദ്യ അതിനെ കൊണ്ട് രാത്രി പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ലോഡ് ബ്രോസ്റ്റ് 60 പീസാണ് ഓർഡർ. 60 പീസ് ഉണ്ട്. അതിനെ കൊണ്ട് തന്നെ ഒന്നും മാറ്റിയെന്ന് ആരും അറിയാൻ പോകണം. ഞങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം. ഉമ്മാന്റെ ഓണം വ്ലോഗ് ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫർസിൻ ഫോറിലുണ്ട്. ചാനൽ ലിങ്ക് ബയോലുണ്ട്. കണ്ടാൽ മുതലാവും. ഡാം വിട്ടോ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.